ധന്യാണേ. അപ്പോഴേ എല്ലാവരും പറഞ്ഞു സിറാജ് പ്രതിവാരത്തില് നിങ്ങളെ കുറിച്ച് എന്ത് ന്യൂസാണ് വന്നത്, അതൊന്ന് വായിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കുറേ പേര് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ആ ന്യൂസ് വായിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അത് എൻ്റെ കയ്യിലുള്ള ആ ഒരു പേപ്പർ ഇത് അവിടെ ഉണ്ട്. ഇതാ പ്രതിവാരം, സിറാജ് പ്രതിവാരമാണ് കേട്ടോ. യാ ഐഹന്നാസ് എന്നാണ് ഫസ്റ്റ് തുടങ്ങുന്നത്. അതിൽ ഷെഫീഖ് കാന്തപുരം അദ്ദേഹമാണ് റൈറ്റർ കേട്ടോ. അദ്ദേഹമാണ് നമ്മളെ കുറിച്ചിട്ട് എഴുതിയിരിക്കുന്നത്. അതായത് നോക്കെത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന അപരിചിത ജനക്കൂട്ടത്തിനിടയിലൂടെ 10 വയസ്സുകാരൻ ബദ്രിനാഥ് തൻ്റെ ലക്ഷ്യത്തിലേക്ക് നടന്നു. ചുറ്റും ചിട്ടയൊത്ത ശബ്ദത്തിൽ സിന്ദാബാദ് വിളി, ഇമ്പമാർന്ന ഇശലുകളിൽ ഗാനങ്ങൾ ഒഴുകിപ്പരക്കുന്നു. സ്റ്റേജിന്റെ അടുത്തെത്തിയപ്പോൾ ഇടനെഞ്ചിൽ കാലങ്ങളായി കൊണ്ടു നടന്ന മഹാമനുഷ്യൻ അതാ കൺമുൻപിൽ. ഓടി ചെന്ന് കൈപിടിച്ചു. ഉസ്താദേ. ഉസ്താദ് ഇറങ്ങി വന്നു. സന്തോഷാധിക്യത്തിൽ കിളിപോയി. അവൻ സ്തംഭനായി. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ഉസ്താദ് ചോദിച്ചു. അപ്പോൾ വാത്സല്യം നിറഞ്ഞ ചോദ്യത്തിന് മുമ്പിൽ അവൻ വിനയന്വിതനായി. ഉസ്താദ് അവനെ ചേർത്ത് പിടിച്ചു. ഉണ്ണിയപ്പം വിറ്റ് ഉപജീവനം നടത്തുന്ന പാലക്കാട് പർലി സ്വദേശിനി ധന്യയുടെ മകൻ നെഞ്ചോട് ചേർത്ത് വെച്ച ആഗ്രഹ പൂർത്തീകരണ ദിവസമായിരുന്നു 2006 ജനുവരി 9. സത്യമാണ് ഞാൻ പറയാലോ, 2026 ജനുവരി 9 ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസം തന്നെയായിരുന്നു. കാരണം ഞാൻ കാലങ്ങളോളം മനസ്സിൽ കാത്തു സൂക്ഷിച്ച ആ ഒരു ആഗ്രഹമാണ് എൻ്റെ മകൻ മൂലം അത് സാധിച്ചത്. കുറച്ച് അത്രയും അടുത്ത് നിന്നിട്ട് തന്നെയാണ് ഞാനും കണ്ടത്. കുറച്ച് ലോങ്, തൊട്ടടുത്തല്ല കേട്ടോ, എന്നാലും എത്രയോ ഡിസ്റ്റൻസ് വെച്ച് കണ്ടാലും ഒരു തുണിയുടെ പിറകിൽ നിന്നുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ കാണാനുള്ള ഭാഗ്യവും കിട്ടി. അതുപോലെ എൻ്റെ മകനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാനുള്ള ഭാഗ്യം കിട്ടി. മഹാഭാഗ്യം തന്നെ പറയാം. പിന്നെ ചില ആളുകൾ പറയുന്നു ഉസ്താദ് ദൈവമല്ല, ഈ ഉസ്താദുമാരൊന്നും ദൈവമല്ലാവണം. അല്ല, അവരാരും ദൈവമാണെന്ന് ഞാൻ എവിടെയും പറയുന്നില്ല. അവരെല്ലാവരും മനുഷ്യന്മാരാണ്. നിങ്ങളെപ്പോലെ വിവേചനവും വർഗീയതയും ഉണ്ടാക്കുന്ന മനുഷ്യരല്ല അവർ. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് അവർക്കുള്ളത്, ഏറ്റവും കൂടുതൽ അവരെ ഇഷ്ടപ്പെടുന്ന ആളുകളുള്ളത്. കൊച്ചു കുട്ടികൾ മുതൽ അവരെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഇപ്പം എൻ്റെ മകൻ തന്നെ പറയും, മകൾ AP ഉസ്താദ് എന്ന് പറയും. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ, നമ്മൾ എങ്ങനെയാണോ നമ്മുടെ മക്കൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, അതായിരിക്കും ആ മക്കൾ മനസ്സിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇനി ബാക്കി ഞാൻ വായിക്കാട്ടോ. നന്മയുടെ നേർസാക്ഷ്യമായ ഉസ്താദിനെ ഒന്ന് നേരിട്ട് കാണണം, കരം ഗ്രഹിക്കണം. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് പരിസരത്തെ പുരുഷാരത്തിനിടയിലൂടെ യാത്ര പറഞ്ഞ് തിരിച്ചു പോരുമ്പോൾ കണ്ടു മതിയാകാതെ അവൻ ഉസ്താദിനെ വീണ്ടും വീണ്ടും നോക്കി. ചേർത്ത് പിടിക്കലിന്റെ രാഷ്ട്രീയമാണ് 16 ദിവസത്തെ കേരള യാത്രയിലൂടെ ഉസ്താദ് മുന്നോട്ട് വെച്ചത്. അതായത് അല്ലാതെ മതപരമായിട്ടുള്ള രാഷ്ട്രീയമോ അങ്ങനെയൊന്നുമല്ല കേട്ടോ. എല്ലാവരും ഒരുമിച്ച് വേണം, എന്തൊക്കെ നമുക്കിവിടെ ആവശ്യമുണ്ട് എന്നുള്ളതൊക്കെ അദ്ദേഹം ഈ ഒരു 16 ദിവസത്തെ യാത്രയിലൂടെ അദ്ദേഹം എല്ലാം മനസ്സിലാക്കി. അത് ആ ഒരു യാത്ര വരെ ഉൾക്കൊള്ളുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്, എത്രയോ ആളുകളുണ്ട്, എത്രയോ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഉൾക്കൊള്ളാത്ത ആളുകൾ പോലും ഉൾക്കൊള്ളുകയും അദ്ദേഹത്തിൻ്റെ യാത്രയെ വരവേൽക്കുന്ന രംഗം ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ അദ്ദേഹത്തിനെ വിമർശിക്കുന്ന ആളുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഇട്ട് അപ്പം താഴെ വന്ന് ഒരു ജാതി വൃത്തിയായിട്ട് കമൻ്റ് അടിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ എന്താണോ, എനിക്ക് ഇപ്രാവശ്യം നെഗറ്റീവ് കമൻസ് കുറവാണ്. പക്ഷേ എവിടേക്കോ അവിടെ എവിടെയായിട്ട് ചിറ്റലും പൊട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മളെ ചീത്ത വിളിക്കുന്നതും ഒരാളെ ഒരു ചായ തെറിയൊക്കെ വിളിച്ചിട്ടൊക്കെ എനിക്ക് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അതൊന്നും പബ്ലിക്കിൽ വന്ന് പറയില്ല. എന്തിനും ഞാനായിട്ട് അവർക്ക് റീച്ച് ഉണ്ടാക്കേണ്ട ആവശ്യം? നമ്മൾ റീച്ചിനും പബ്ലിസിറ്റിക്കും വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ വന്നത്. നമ്മൾ സത്യസന്ധമായി പറയുന്നു. പിന്നെ ഞാനിപ്പോൾ ഈ ഫോണിൻ്റെ മുന്നിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ അതാ എൻ്റെ വെറും ഒരു ചെയറും ഇതും മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നെ കാണുന്ന ഒരുപാട് കോടാനുകോടി ജനങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് മുന്നിൽ എൻ്റെ വീഡിയോ എത്തുമ്പോൾ അത് നല്ലൊരു മെസ്സേജിലൂടെ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇനിയും അദ്ദേഹത്തിന് ഇങ്ങനെയുള്ളൊരു യാത്ര ചെയ്യാനുള്ള അവസരവും ആയുസ്സും കിട്ടട്ടെ എന്ന് തന്നെയാണ് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത്. നിങ്ങളും അത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്നേഹനിധിയായ ശരിക്കും പറഞ്ഞ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെയാണ് കേട്ടോ ശരിക്കും ആ ഉസ്താദിനെ ഞാൻ കാണുന്നത്. എല്ലാവരും അങ്ങനെ തന്നെ. ഉസ്താദേ എന്ന് പറയുമ്പോൾ എൻ്റെ മകൻ്റെ ആ ഒരു നെഞ്ചിടിപ്പ് എനിക്കറിയാം. അവന് പെട്ടെന്ന് ബ്ലാങ്ക് ആയിപ്പോയി. അവൻ എന്നെ പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ ഉണ്ണി നീ ഉസ്താദിനെ തൊട്ടില്ലേ, ഉസ്താദിനെ കയ്യിൽ പിടിച്ചില്ലേ, നിനക്ക് എന്താണ് അനുഭവം ഉണ്ടായെന്ന് ചോദിച്ചപ്പോഴേ അവൻ പറയുന്നത് അവൻ എന്തോ ഒരു സ്പാർക്ക്, അതായത് അവൻ എന്തോ ഒരു സംഭവം അങ്ങനെ പോയി എന്നാണ് പറയണത്. എന്താണെന്നുള്ളത് ഞാൻ അവനോട് തന്നെ ചോദിക്കുന്നൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഇടുന്നതായിരിക്കും.
അന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവനെ വീഡിയോയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. കാരണം വെറുതെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പബ്ലിസിറ്റി വേണ്ടാന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷേ സിറാജിൻ്റെ ഈ ഒരു പത്രത്തിൽ ഞങ്ങളെക്കുറിച്ചൊരു ന്യൂസ് വന്നപ്പോൾ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ. കാരണം ഒരുപാട് സന്തോഷമുണ്ട്. അധ്വാനിച്ച് ജീവിക്കുന്നവരുടെ കൂടെ തളരാത്ത ആ ഒരു മനസ്സ് തരുന്നതും, അതുപോലെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ സ്പീച്ച് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മളെ മുകളിലുള്ള ആളുകളെ കുറിച്ച് ചിന്തിക്കാണ്ട് നമ്മുടെ താഴെയുള്ള ആളുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ എത്രയോ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഉസ്താദിനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാവാൻ കാരണം. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അതൊരു ഹരമാണ്, അതൊരു ബ്ലഡിൽ അലിഞ്ഞു ചേർന്ന ഒരു സംഭവമാണ്. അതൊന്നും പറഞ്ഞറിയില്ല. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾ പറയും എന്താ പറയുക, എനിക്കൊന്നും പറയാൻ കിട്ടണില്ല. ഈ ഉസ്താദിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണമെങ്കിലേ നമുക്ക് ഒരുപാട് കാലങ്ങൾ അദ്ദേഹത്തിന് പരിചയം ഉണ്ടാവണം. എന്നാലാണ് ഉസ്താദിനെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടത്. ഒരു ലേഡി കാന്തപുരം ഉസ്താദെന്നോ അങ്ങനെ, ഈ കാന്തപുരം ഉസ്താദ് ശരിക്കും ആ ഉസ്താദിനെ പറയുമ്പോൾ അത്ര ലാളിത്യത്തോടെ എളിമയോടെ നമ്മൾ പറയും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് എന്ന് പറയുന്നതും അദ്ദേഹത്തിനെ എന്താ പറയുക കളിയാക്കി പറയുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇന്ന് കൈയടിക്കുകയും ബിഗ് സല്യൂട്ട് അടിക്കുന്ന കാഴ്ചയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇനി ഞാനൊരു വീഡിയോ കൂടെ ചെയ്യുന്നുണ്ട്. അതായത് ഉസ്താദിനെ തെറി വിളിച്ചുകൊണ്ട് ഒരാൾ മുന്നോട്ട് വരികയും അദ്ദേഹം ഇപ്പോൾ മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. നമ്മുടെ ഈ ഒരു ചർച്ചയിലേ ആ ഒരാൾ വേണ്ട, അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും സന്തോഷം. 1000 നന്ദി എല്ലാവർക്കും ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു. വീഡിയോ ലോങ്ങായി പോയി. അപ്പോൾ ടാറ്റ.